സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് റീസ മോൾക്ക് അയർലൻഡിലേക്ക് പോകാനുള്ള വഴി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി, കെവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എത്രയും വേഗം കിട്ടാനായിട്ട് വേണ്ടി, അതുപോലെ റെറ്റിനയ്ക്ക് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള മാർഗം തുറന്നു കിട്ടുന്നതിന് വേണ്ടി, പിന്നെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതെല്ലാം മാറുന്നതിന് വേണ്ടി, അതുപോലെ അവരുടെ സ്ഥലം വിട്ടുപോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടാതെ ടോമി എന്ന മകൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 13 വർഷമായിട്ടുള്ള അലർജി രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നിയോഗങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാനാണ് നിൻ്റെ ദൈവം. അപ്പോൾ ഈശോ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവം കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയം വരിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്നറിയേണ്ടത് ഓരോ വ്യക്തികളുടെ മാത്രം പ്രശ്നമാണ്, അല്ലേ? ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഏക വാഗ്ദാനം എന്താ? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഈ നിമിഷങ്ങളിൽ നമ്മൾ ആമുഖത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിക്കാം. അതുപോലെ തന്നെ 13 വർഷമായിട്ടുള്ള അലർജി രോഗം മാറിപ്പോകാനായിട്ട് ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവേ, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ തടസ്സമായിരിക്കുന്ന ആ തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അയർലൻഡിലേക്കുള്ള പോകാനുള്ള വഴി തുറക്കട്ടെ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വസ്തുവിൻ്റെ വിൽപ്പന യേശുനാമത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജർമ്മൻ പഠിക്കാനുള്ള ആ മകൾക്ക് പഠിക്കാനുള്ള മികവ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെ പീഡയിലിരിക്കുന്ന മകന് അതിൽ നിന്ന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ച് ഇവരുടെ ആവശ്യങ്ങളെല്ലാം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹവും കരുണയും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ